ഹലോ ഗൈസ്, പോക്കിമോണിക്സിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അങ്ങനെ ഫൈനലി 2 എലൈഫോ മെമ്പറിന് നമ്മൾ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എലൈഫോ മാൽവ, അതായത് ഫയർ ടൈപ്പ് എലൈഫോ മെമ്പർ, ആൻഡ് ദെൻ സ്റ്റീൽ ടൈപ്പ് എലൈഫോ മെമ്പർ വെക്സ്റ്റോൺ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അടുത്ത മൂന്നാമത്തെ എലൈഫോനെ സാൻ ചെയ്യാൻ പോവാണ്. സോലെസ് ചാലഞ്ച്. സോ നമ്മൾ ഡ്രാഗൺ ചേമ്പറിലാണ് ഇപ്പോൾ ഉള്ളത്, ഡ്രാഗൺ മാർക്ക് ചേമ്പർ. സോ ലെറ്റ്സ് ഗോ. ഐ തിങ്ക് ഇത് ഡ്രാഗൺ ടൈപ്പാണെന്ന് തോന്നി, ഞാൻ മുന്നേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫയർ ടൈപ്പ്, സ്റ്റീൽ ടൈപ്പ്, മൂന്നാമത്തെ ഡ്രാഗൺ ടൈപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ചാലഞ്ച്. എൻ്റെ മോനെ, ഇതെന്താ ആകെ ഒരു ഹൊറർ മൂവി പോലെ, ഒരു പുകപടലങ്ങളൊക്കെ ഒന്ന്. ഓക്കെ, ഇതേ കണ്ടില്ലേ കൈസ്, ഓരോ എലൈഫോ മെമ്പറിൻ്റെ ചേമ്പറിനകത്ത് ഓരോ, ഇപ്പോൾ ആദ്യം മറ്റേ മാൽവയെ ചാലഞ്ച് ചെയ്തപ്പോൾ എന്താ ഒരു ഫയർ വന്നിട്ട് ഒരു ഫർണസിൽ നിന്ന് ഇങ്ങനെ ഫയർ ഒന്ന് പൊങ്ങുന്ന പോലെ ഒരു അനിമേഷൻ, പിന്നെ സ്റ്റീൽ ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു അനിമേഷൻ, അങ്ങനെ ഓരോ ചേമ്പറിൻ്റെ, ഓരോ എലൈഫോ മെമ്പറിൻ്റെ ചേമ്പറിനകത്ത് ഇതേപോലെ കൂളായിട്ടുള്ള അനിമേഷൻ. വേറെ ഒരു ഗെയിമിൽ ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോ ഇത് ഡ്രാഗൺ ടൈപ്പ് ആയതുകൊണ്ട് കണ്ടില്ലേ, ചിറകൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. ഓക്കെ, സോ ഇതാണ് എലൈഫോ മെമ്പർ. ഓക്കെ, oh goodness, hello to you, welcome in coming. You must be a strong trainer. Yes, quite strong indeed. That's just wonderful news. Facing opponents like you and your team will make my Pokemon grow like weeds. Okay, so let's challenge. Crazy versus Drasna, Dragon type Electro member. Okay, Dragalg. ഇതാ പോക്കിമോൺ ഡ്രാഗൺ ടൈപ്പ് ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ പോക്കിമോണൊക്കെ. ഐ തിങ്ക് ഇത് 6th റീജിയൻ ആയിരിക്കാം, 6th കാലിക്കസ് റീജിയനിലെ പോക്കിമോൺ ആയിരിക്കാം. ഐ ഡോണ്ട് നോ. സോ ഞാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, ടോബിഗാമ. സോ കണ്ടില്ലേ, നമ്മുടെ എല്ലാ പോക്കിമോണും ലെവൽ ക്ലോസ് ടു 70 ആണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും മേടിക്കണ്ട, ജസ്റ്റ് മെഗാ ഇവോൾവ്. യെസ്, ഇറ്റ്സ് ടൈം ഫോർ മെഗാ എവല്യൂഷൻ ഗൈസ്. കാണാൻ പോകുന്നത് ചരിത്രമാണ് ഗൈസ്. സോ ഞാൻ എന്തായാലും ഐസ് ക്രീം യൂസ് ചെയ്യാൻ പോകാൻ. ഓക്കെ, സോ ഡ്രാഗൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഐസ് ടൈപ്പ് മൂവ്സ് സൂപ്പർ എഫക്റ്റീവ് ആണല്ലോ. ഓക്കെ, അല്ലാതെ വാട്ടറും ചെയ്തിട്ട് കാര്യമില്ല, സൂപ്പർ എഫക്റ്റീവ് ആണ്. തണ്ടർ ബോൾട്ട് അത് ജാതി സ്ട്രാറ്റജി ആണ് കേട്ടോ. ഇന്നത്തെ സൂപ്പർ എഫക്റ്റീവ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പാലസ്ഡായി. ഇപ്പം എന്താ ചെയ്യുക, SP യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, വീണ്ടും അത് തണ്ടർബോൾട്ട് ചെയ്യാണ്. അതായത് സോപ്പ് അധികം ഡാമേജ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. എഗെയിൻ സൂപ്പർ എഫക്റ്റൊക്കെ നമുക്ക് ഒന്നുകൂടി SP യൂസ് ചെയ്ത് നോക്കാം. പാലസ്ഡ് ആവാതിരുന്നാൽ മതി, ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാം. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് പോക്കിമോൺ ഡൗൺ ആയി ഇതാക്കാർക്ക്. ഓക്കെ, സത്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പോക്കിമോൺ ആദ്യമായിട്ട് കാണുന്നു. ഓക്കെ, നമ്മുടെ ആഗ്രോ ലെവൽ 8 ആയി. ഓക്കെ, അൾട്ടാറിയ ഇദ്ദേഹത്തിൻ്റെ കീപ് ബാറ്റിലിംഗ്, എസ്കേപ്പ് ബാറ്റിലിംഗ്. അൾട്ടാറിയെന്ന് പറയുന്നത് ആക്ച്വലി ഡ്രാഗൺ ആൻഡ് ഫ്ലൈയിങ് ടൈപ്പാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഐസ് യൂസ് ചെയ്ത് നോക്കാം. കോട്ടൺ ഗോൾഡ്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അവൾ ഡിഫൻസ് വീണ്ടെടുക്കുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ആ ഒരു മൂവ്, ആ പോക്കിമോൻ്റെ ഡിഫൻസ് കണ്ടില്ലേ. അയ്യോ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പാലസ്ഡായി. ഇതിങ്ങനെ സമ്മതിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് നമുക്ക് ഐസ് ക്രീം യൂസ് ചെയ്ത് നോക്കാം. അതും ഡ്രാഗൺ പൾസ് ചെയ്തു. ഞാൻ വിചാരിച്ച് അടുത്തടി നമുക്കായിരിക്കും. ഓക്കെ,
ഭാഗ്യം 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 എന്ന് വേണമെന്നും പറയാം. മെഗാ വേൾഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ ഫെയിൻ്റ് ആവാതെ നിന്നത്. ഓക്കെ, പക്ഷെ അവളുടെ പൊക്കം ഒറ്റയടിക്ക് 1 ഹിറ്റ് നോക്കോട്ടായി. കാരണം സൂപ്പർ എഫക്റ്റീവ് ആണല്ലോ ഐസ് ടേപ്പ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. നോയ്വേറിനാണ് അടുത്ത പൊക്കം വരുന്നത്. നമുക്ക് എന്തായാലും സ്വിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് ലെറ്റ്സ് കാഗുയ. Kaguya, it's your time to shine. Shine on, Pokemon, shine on. Kaguya level 68 ആയി, close to 70 ആണ്. ഞാൻ ഐസ് ക്രീം ടീച്ചറുണ്ട്, TM കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോയ്വേൺ ആക്ച്വലി അത് ഫ്ലൈയിങ് ആൻഡ് ഡ്രാഗൺ ടൈപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഐസ് ക്രീം യൂസ് ചെയ്ത് നോക്കാം. സൂപ്പർ ഫാൻ. പക്ഷെ അത് അത്രയും എഫക്റ്റീവാണ്. നമ്മൾ പകുതി ലൈഫ് കുറച്ച് ഓക്കെ, നോട്ട് ബാഡ്. പക്ഷെ ഒറ്റയടിക്ക് നമ്മൾ വീഴ്ത്തും. ഇല്ലേ, അതെന്ത് പണി കാണിച്ചത്? അതെന്ത് പണി അത്? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി ഐസ് ക്രീം യൂസ് ചെയ്ത് നോക്കാം. സ്റ്റിൽ ഫ്ലെയിം ത്രോ നമ്മളെ സ്റ്റീൽ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബേണായി, നമ്മൾ കാഗയ ബേണായി. ഓക്കെ, സ്റ്റീൽ നിന്നല്ലോ, അതാണ് അതിൻ്റെ എബിലിറ്റി. സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു എബിലിറ്റി കൊണ്ട് മാത്രമാണ് നിന്നത്. കാരണം 1 ഹിറ്റിൽ നോക്കൗട്ട് ചെയ്യാൻ പറ്റില്ല ആഗ്രഹം. ഓക്കെ, അതേസമയം നമ്മൾ കൊടുത്തിട്ട് ക്രിറ്റിക്കൽ ഹിറ്റായി നോയ്വേൺ ഡൗൺ ആയി. ഓക്കെ, നമ്മൾ പോക്കുമോൻ ബേണായി തുടങ്ങി. ഇനി നമുക്ക് സ്വിച്ച് ചെയ്യാൻ, നമുക്ക് റിസ്ക് എടുക്കണ്ട. ഗർഡിക്കോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനകത്ത് ഡ്രാഗൺ ടൈപ്പ് പോക്കിമോണാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ലുക്കാദിയോ, സ്വിച്ച് ഓൺ ലുക്കാദിയോ. എസ്കോ മഡാര. ഓക്കെ, ആളുടെ ഗർഡിക്കോൺ ലെവൽ 63 ആണ്. നമ്മുടെ ലുക്കാദിയോ ലെവൽ 70 ആണ്. ഓക്കെ, സോപ്പ് ഡ്രാഗൺ പിൾസ് ഉണ്ടല്ലോ, ഡ്രാഗൺ പിൾസ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. സൂപ്പർ എഫക്റ്റീവ് ആകേണ്ടതാണ്. അതായത് ഡ്രാഗൺ ടൈപ്പ് പോക്കുകൊണ്ട് ഡ്രാഗൺ ടൈപ്പ് മൂവ്സ് തന്നെ മറ്റൊരു സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. അങ്ങോട്ടും സൂപ്പർ എഫക്റ്റീവാണ്. അത് റിവെഞ്ച് യൂസ് ചെയ്തു അത് നമുക്ക് പണിയാകാൻ ചാൻസ്. കാരണം നമ്മൾ ഫൈറ്റിങ് ആൻഡ് സ്റ്റീൽ ടൈപ്പ് ആണല്ലോ. എൻ്റെ പൊന്നെ, അതെന്ത് പണിയാണ് കാണിച്ചത്! ജസ്റ്റ് നമ്മൾ രക്ഷപ്പെട്ടാകട്ടെ. 1 ഹിറ്റ് നമ്മുടെ 1 ഹിറ്റ് എടുക്കേണ്ടതാണ് അവർ പോക്കും. പക്ഷേ ജസ്റ്റ് ഏതൊരു ഭാഗ്യം എന്നും പറയാം. നിൽക്കാതെ യു ആർ ഓസം മാൻ. ലക്കി. ഓക്കെ, നമ്മൾ ശ്വാസൊക്കെ ലെവൽ 71 ആയി. എൻ്റെ മോനെ ഫൈനലി ഓടിയെന്ന്. ദാറ്റ് ഷുവർ വാസ് എ ക്വിക്ക് ബാറ്റിൽ. ഐ ഡു ഹോപ്പ് യു വിൽ കം ബാക്ക് അഗൈൻ സംടൈം. ഓക്കെ, അത് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ആ ലുക്കാതെയോ അത് പിടിച്ചെന്നത് ഭാഗ്യം എന്നാണ് പറയുന്നത്. ഈ സോർട്ട് ഓഫ് ലക്ക്. എൻ്റെ പൊന്നോ, യു ആൻഡ് യുവർ പൊക്കോൺ സിംപ്ലി ചാർമിങ്. ആക്ച്വലി നമ്മൾ ലുക്കാതെ ഫെയിൻ്റ് ആവേണ്ടതായിരുന്നു. പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിൽ നമുക്ക് എന്തായാലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. സോ 3rd എലൈറ്റ് 4 മെമ്പറും ഡൗൺ ആയിട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ആകെ എലൈറ്റ് 4ൽ ഇനിയിപ്പോൾ ഒരാൾ കൂടി ബാക്കിയുള്ളൂ. ഓക്കെ, എന്താണ് യു ആർ ഗോയിങ് ഓൾറെഡി. ഫെയർവെൽ ദെൻ വിത്ത് യുവർ പൊക്കോൺ. ഐ എം ഷുവർ യു ക്യാൻ ബി ദ ലാസ്റ്റ് ഓഫ് അസ്. അവസാനത്തെ ഒരാൾ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ലാസ്റ്റ് വൺ. അതേത് ടൈപ്പാണെന്ന് അറിയില്ല. സോ നമ്മൾ ഓൾറെഡി ഫയർ ടൈപ്പ് എലൈറ്റ് 4 മെമ്പർ, പിന്നെ സ്റ്റീൽ ടൈപ്പ് എലൈറ്റ് 4 മെമ്പർ വെയ്ക്ക് സ്റ്റോം. ഫയർ ടൈപ്പ് ആയിരുന്നു മാൽവേ ആയിരുന്നു. സ്റ്റീൽ ടൈപ്പ് വെയ്ക്ക് സ്റ്റോം ആയിരുന്നു. 3rd ഡ്രാഗൺ ടൈപ്പ് ഉള്ളായിരുന്നു ഗസ്ന. സോ ഗൈസ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ 3 എലൈറ്റ് 4 മെമ്പറിനെ ഡിഫീറ്റ് ചെയ്തിരിക്കാൻ ഇനി ഒരേ ഒരു എലൈറ്റ് 4 മെമ്പർ മാത്രമേ ബാക്കിയുള്ളൂ. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് ചാമ്പ്യനെ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എലൈറ്റ് 4 മെമ്പറിനെ ആയിരിക്കും ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്.
ആൻഡ് ദിസ് യുവർ ക്രേസി സൈനിങ് ഓഫ്. ഗുഡ് ബൈ. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ ബൈ ഗൈസ്.